ക്ഷേത്രങ്ങളിലൂടെ എന്ന ബ്ലോഗിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ബ്ലോഗിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കോട്ടയം ജില്ലയിലെ കുറവിലങ്ങാടിനടുത്ത് കുളത്തൂരിൽ സ്ഥിതി ചെയ്യുന്ന പ്രകൃതി രമണീയമായ ഒരു പുരാതന ക്ഷേത്രമായ അരുവിക്കൽ ശ്രീ ശിവസുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തെക്കുറിച്ചാണ്. ക്ഷേത്രത്തിന്റെ പ്രധാന നടയുടെ മുന്നിലൂടെ ഒരു ചെറിയ നദിയും പ്രകൃതിദത്തമായ ഒരു ചെറിയ വെള്ളച്ചാട്ടവും ഉണ്ട് എന്നതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത. മഴക്കാലത്താണ് ഈ വെള്ളച്ചാട്ടം പൂർണ്ണ ഭംഗിയിൽ നിറഞ്ഞ് കവിഞ്ഞൊഴുകുന്നത് കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ്. വേനൽക്കാലത്ത് വെള്ളം കുറയുമ്പോൾ വെള്ളച്ചാട്ടത്തിന് അടിയിലുള്ള ഒരു ചെറിയ ഗുഹയും കാണാൻ സാധിക്കും. ഞാൻ കഴിഞ്ഞ ദിവസം ക്ഷേത്ര ദർശനത്തിന് പോയിരുന്നു. അതിമനോഹരമായ ഒരു ക്ഷേത്രമാണ് അരുവിക്കൽ ശിവസുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം. വെള്ളം കുറവായിരുന്നു എങ്കിലും ഭഗവാനെ നമ്മൾ തൊഴുമ്പോൾ ആ അരുവിയുടെ ശബ്ദവും കൂടി ചേരുമ്പോൾ ഒരു പ്രത്യേക ഫീലാണ്. അത് പറഞ്ഞറിയിക്കുവാൻ സാധിക്കില്ല. നമ്മൾ അവിടെ ചെന്ന് തന്നെ എക്സ്പീരിയൻസ് ചെയ്യണം. ഈ ക്ഷേത്രത്തിലെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് പരമശിവനും മകനായ സുബ്രഹ്മണ്യനുമാണ് ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ എന്നുള്ളതാണ്. കൂടാതെ ഗണപതി, ശാസ്താവ്, നാഗരാജാവ് എന്നീ ഉപദേവതമാരും ക്ഷേത്രത്തിലുണ്ട്. ക്ഷേത്രത്തിലെ പ്രധാന ഉത്സവം ശിവരാത്രിയാണ്. അന്നേ ദിവസം പ്രത്യേക പൂജകളും അഷ്ടാഭിഷേകവും നടന്നു വരുന്നു. കൂടാതെ കർക്കിടകവാവ് പിതൃതർപ്പണത്തിനായി വിവിധ സ്ഥലങ്ങളിൽ നിന്നും നിരവധി ഭക്തർ ക്ഷേത്രക്കടവിൽ പിതൃതർപ്പണത്തിനായി എത്താറുണ്ട്. ക്ഷേത്രത്തിലെ പ്രധാന ഐതിഹ്യം എന്ന് പറയുന്നത് പ്രശസ്തമായ ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രവുമായി ബന്ധപ്പെട്ടാണ്. ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ നടത്തിയത് ഖരമഹർഷി ആയിരുന്നു. അക്കാലത്ത് ഏറ്റുമാനൂരും പരിസര പ്രദേശങ്ങളും കടുത്ത വനമായിരുന്നു. മഹർഷി പ്രതിഷ്ഠ നടത്തിയ വനപ്രദേശത്തിന്റെ അതിർത്തി കാത്തു സൂക്ഷിക്കുന്നതിനായി ഈശാനുകോണിൽ മറ്റൊരു പ്രതിഷ്ഠയും നടത്തി. ആ ക്ഷേത്രമാണ് അരുവിക്കൽ ക്ഷേത്രമെന്ന് വിശ്വസിക്കുന്നു. അതുകൊണ്ട് തന്നെ ഏറ്റുമാനൂർ ക്ഷേത്രത്തോളം തന്നെ പഴക്കവും പ്രാധാന്യവും അരുവിക്കൽ ശിവക്ഷേത്രത്തിന് ഉണ്ട് എന്ന് ഭക്തർ വിശ്വസിക്കുന്നു. മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് കുളത്തൂർ ദേശത്തെ രണ്ട് പ്രധാന ക്ഷേത്രങ്ങൾ ആണ് അരുവിക്കൽ ശിവക്ഷേത്രവും ചാലപ്പള്ളി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രവും. ഇവിടുത്തെ ദേവന്മാർ തമ്മിലുള്ള ആത്മബന്ധം വ്യക്തമാക്കുന്നതാണ് വർഷത്തിലൊരിക്കൽ ചാലപ്പള്ളി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ ഉത്സവത്തിന്റെ ഭാഗമായി ഭഗവാന്റെ ആറാട്ട് നടക്കുന്നത് അരുവിക്കൽ ശിവക്ഷേത്ര കടവിലാണ്. അന്ന് പിതാവായ മഹാദേവനെ കാണാൻ മകനായ ശ്രീകൃഷ്ണൻ വരുന്നു എന്ന സങ്കല്പത്തിലാണ് ഈ ആറാട്ട് നടക്കുന്നത്. ഈ കൂടിക്കാഴ്ച ദേശത്തെ ആൾക്കാർക്ക് വലിയ ഒരു ഉത്സവം കൂടിയാണ്. ക്ഷേത്രത്തിലെ പ്രധാന വഴിപാട് എന്ന് പറയുന്നത് ശിവഭഗവാന് ധാര, കൂവളമാല സമർപ്പണം, പിൻവിളക്ക്, ഉമാമഹേശ്വര പൂജ എന്നിവയും സുബ്രഹ്മണ്യ സ്വാമിക്ക് പഞ്ചാമൃത അഭിഷേകവും പാലഭിഷേകവും നാരങ്ങ വിളക്കും ഭസ്മാഭിഷേകവുമാണ് പ്രധാന വഴിപാടായി ഈ ക്ഷേത്രത്തിൽ നടത്തി വരുന്നത്. ക്ഷേത്രത്തിന്റെ ദർശന സമയം എന്ന് പറയുന്നത് രാവിലെ 5:45 മുതൽ 9:30 വരെയും വൈകുന്നേരം 5:30 മുതൽ 7:30 വരെയുമാണ്. ക്ഷേത്രത്തിലേക്കുള്ള വഴി കോട്ടയം ഏറ്റുമാനൂർ കാണക്കാരി വഴി കുളത്തൂരിലേക്ക് പോകാവുന്നതാണ്. MC റോഡിൽ നിന്നും ഏകദേശം 3 കിലോമീറ്റർ മാറിയാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ക്ഷേത്രത്തിന് അടുത്തുള്ള പ്രധാന റെയിൽവേ സ്റ്റേഷൻ കോട്ടയം റെയിൽവേ സ്റ്റേഷനും ഏറ്റുമാനൂർ റെയിൽവേ സ്റ്റേഷനുമാണ്. അവിടെ ഇറങ്ങി റോഡ് മാർഗം ക്ഷേത്രത്തിൽ എത്തിച്ചേരാവുന്നതാണ്. ഇന്നത്തെ ക്ഷേത്രങ്ങളിലൂടെ എന്ന ബ്ലോഗ് ഏവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾക്ക് ഏതെങ്കിലും ക്ഷേത്രങ്ങളെ കുറിച്ച് ഈ ബ്ലോഗിൽ ഉൾപ്പെടുത്തുവാൻ ആഗ്രഹമുണ്ടെങ്കിൽ ദയവായി കമന്റ് ചെയ്യുക. അപ്പോൾ മറ്റൊരു ക്ഷേത്രത്തിന്റെ വിശേഷങ്ങളും ഐതിഹ്യവുമായി അടുത്ത വീഡിയോയിൽ കാണാം. നമസ്തേ.